ദൈവവചനത്തിലെ എല്ലാ കൽപ്പനകളും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ ചിലർ ചിന്തിക്കുന്നു തങ്ങൾക്ക് ഇതൊന്നും ഒട്ടും ബാധകമല്ല. ആരെങ്കിലും ദൈവവചനം ലംഘിച്ചാൽ അവരെ ശിക്ഷിക്കുവാൻ വേണ്ടി, അവരെ വിധിക്കുവാൻ വേണ്ടി ആണ് ഇക്കൂട്ടർ പലപ്പോഴും തത്രപ്പെടുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ ഒരു ശബത്തിൽ യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ഇവിടെ യേശു ഒരു പള്ളിയിൽ ശബത്ത് ദിവസം 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച് നിവരുവാൻ കഴിയാത്ത കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്നതും അതിനെ തുടർന്ന് ആ പള്ളിയിലെ പ്രമാണി പുരുഷാരത്തോട് ശബത്തിൽ നിങ്ങൾ സൗഖ്യമാകുവാൻ വേണ്ടി വരരുത് എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുന്നതുമാണ് നമ്മൾ വായിച്ചത്. ശബത്ത് ദിവസത്തെ ശുദ്ധീകരിക്കണം എന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ ഉള്ള വേദഭാഗങ്ങളിലുണ്ട്. 6 ദിവസം അധ്വാനിച്ച് വേലയൊക്കെയും ചെയ്യണമെന്നും 7-ാം ദിവസം ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു എന്നും അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തിയും കന്നുകാലികളും നിൻ്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് എന്നും ദൈവം കൽപ്പിച്ചിരുന്നു മോശെ മുഖാന്തരം. എന്നാൽ ഈ കൽപ്പന അന്നത്തെ കാലത്തെ പലരും ലംഘിച്ചിരുന്നു. യേശു അതാണ് ചോദിക്കുന്നത്, നിങ്ങളിൽ ഒരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? ശബത്തിൻ്റെ ലംഘനമാണ് വാസ്തവത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ശബത്തിൽ ഇതൊന്നും ചെയ്യുവാൻ പാടുള്ളതല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം. എന്നാൽ ഇവർ ശബത്ത് ലംഘിച്ചു. അത് അവർക്കൊട്ടും വിഷയവുമല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ ശബത്ത് ദിവസം യേശു ഒരു രോഗിയെ സൗഖ്യമാക്കുന്നത് അവർക്ക് സഹിപ്പാൻ പറ്റാത്ത ഒരു കുറ്റമായിട്ട് മാറുകയാണ്. അവർ യേശുവിനെ നേരിട്ട് ഉപദ്രവിക്കാതെ പുരുഷാരത്തെ താക്കീത് ചെയ്യുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ നാം ചിന്തിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നിയമങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ്. കൽപ്പനകൾ എല്ലാവർക്കും അനുസരിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ചിലർ, അവർക്കിതൊന്നും ബാധകമല്ല. അവർ പരസ്യമായിട്ട് ദൈവത്തിൻ്റെ വചനം ലംഘിക്കുന്നവരാണ്. ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങളെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ ലംഘിക്കുന്നവരാണ്. അത് പാപമാണെന്ന് അവർക്ക് തോന്നുന്നില്ല. അവർ ചെയ്യുന്നത് ശരിയാണെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ തന്നെ വേറെ ആരെങ്കിലും അവർ ചെയ്ത അതേ തെറ്റ് ചെയ്താൽ അവരെ കുറ്റക്കാരാക്കും. അവരെ പൊതു സമൂഹ മധ്യേ തെറ്റുകാരായി ചിത്രീകരിക്കും. ഇതിനാണ് യേശു കപടഭക്തി എന്ന് വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പള്ളിപ്രമാണി പുരുഷാരത്തോട് നീരസപ്പെട്ടവരെ താക്കീത് ചെയ്യുമ്പോൾ കർത്താവ് പള്ളിപ്രമാണിയെ വിളിച്ചത് ലൂക്കോസ് 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലുണ്ട്. കർത്താവ് അവനോട്, കപടഭക്തിക്കാരാ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? ഈ ചോദ്യം യേശു ചോദിച്ചപ്പോൾ വാസ്തവത്തിൽ ദൈവവചനത്തിൻ്റെ പരസ്യമായ ലംഘനമാണ് അവർ ചെയ്യുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇന്നും ഈ വചനം നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം തന്നെയാണ്. നാം ചെയ്യുന്ന പല തെറ്റുകളും നാം മറച്ചു വയ്ക്കുകയും അതേ തെറ്റ് ചെയ്യുന്ന മറ്റൊരാളെ ക്രൂശിക്കുവാൻ വേണ്ടി, കുറ്റപ്പെടുത്തുവാൻ വേണ്ടി,
ശ്രമിക്കുകയും ചെയ്യുന്ന മനസ്സാണോ നമുക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ വാസ്തവത്തിൽ നാമും കപടഭക്തിക്കാരുടെ കൂട്ടത്തിൽ തന്നെയാണ്. എല്ലാവർക്കും ബാധകമാണ് ദൈവവചനത്തിലെ എല്ലാ നിയമങ്ങളും. എല്ലാവർക്കും ബാധകമാണ് ദൈവവചനത്തിലെ എല്ലാ പ്രമാണങ്ങളും. മറ്റുള്ളവർ മാത്രം ചെയ്യുന്ന തെറ്റിനെ പെരുപ്പിച്ച് വലുപ്പപ്പെടുത്തി കാണിക്കുന്നതല്ല ആത്മീയത. അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ ചെയ്യുന്ന തെറ്റുകൾ കണ്ടെത്തി അതിന് തിരുത്തൽ വരുത്തുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം. മറ്റുള്ളവർ ചെയ്യുന്ന അതേ തെറ്റ് നാമും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ എന്തുകൊണ്ട് വിധിക്കുന്നില്ല? അതേ തെറ്റ് ചെയ്ത മറ്റൊരാളെ വിധിക്കുവാൻ വേണ്ടി നാം എന്തിന് വളരെയേറെ കഷ്ടപ്പെടുന്നു? ദൈവ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ ഞാൻ സൗഖ്യമാക്കിയാണ്. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന കപടഭക്തിക്കാരായ ആളുകൾ മനുഷ്യർക്ക് കൊടുത്തിരുന്നില്ല. മൃഗത്തെ അഴിച്ച് കെട്ടി വെള്ളം കൊടുത്ത് കുടിപ്പിച്ച് തീറ്റിച്ച് അവർ ജീവിച്ചിരുന്നു, അതും ശബത്ത് ദിവസം. എന്നാൽ അപ്പോൾ തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ യേശു ഒരു സൗഖ്യത്തെ കൊടുത്തപ്പോൾ കുറ്റപ്പെടുത്തുന്ന മനസ്സുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഈ കപടഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കർത്താവേ, അവിടുത്തെ വചനപ്രകാരം എല്ലാ കാപട്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.